നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പരമകാരുണ്യവാനായ ഇബാദുർ റഹ്മാനിൻ്റെ വിശിഷ്ടരായ അടിമകളുടെ ചില ഗുണഗണങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാനിലൂടെ അള്ളാഹു വിവരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമതായി എണ്ണിയിട്ടുള്ള ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരായിരിക്കും എന്നതാണ്. വിനയം, താഴ്മ എന്നൊക്കെ പറയുന്നത് സത്യവിശ്വാസികളിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന മർമ്മപ്രധാനമായ ഒരു സ്വഭാവ ഗുണമാണ്. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ വിജയത്തിനും ഉന്നതിക്കും അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് വിനയം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ അവനെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു ഉത്കൃഷ്ട സ്വഭാവം കൂടിയാണ് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ഇടപാടുകളിലുമൊക്കെ താഴ്മയും വിനയവും കാണിക്കുക എന്ന് പറയുന്നത്. സത്യവിശ്വാസികളെന്ന നിലക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതികളിൽ വിശുദ്ധ ഖുർആൻ അവൻ്റെ അടിമകളുടെ ഗുണമെന്ന് വിശേഷിപ്പിച്ച ഈ വിനയം കാത്തു സൂക്ഷിക്കാൻ ഏത് സന്ദർഭത്തിലും നമുക്ക് കഴിയണം. നമ്മളതിന് ബാധ്യസ്ഥരാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ സത്യവിശ്വാസിയുടെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വിനയത്തെ എന്താണത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാർ അതിന് നൽകുന്ന ഒരു വിശദീകരണം അതിങ്ങനെയാണ്: എന്താണ് വിനയം? ആരാണ് വിനയമുള്ളവൻ? മറ്റാരെക്കാളും മികച്ചവനാണ് ഞാനെന്ന അഹങ്കാരം, ഒരു പുച്ഛഭാവം ജനങ്ങളോട് കാണിക്കാതിരിക്കുക. ദരിദ്രരെയും ദുർബലരെയുമൊക്കെ തന്നേക്കാൾ ദരിദ്രരായ, ദുർബലരായ, തന്നേക്കാൾ താഴ്ന്ന അവരെയൊക്കെ അവഗണിക്കാതിരിക്കുക. എല്ലാവരെയും ഒരുപോലെ ആദരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക. ഇതിനൊക്കെയാണ് വിനയം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിനയത്തിൻ്റെ നേരെ വിപരീതമാണ് അഹങ്കാരം എന്ന് പറയുന്നത്, കിബർ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഹങ്കാരം തിന്മയാണെന്ന് മാത്രമല്ല, അനേകം തിന്മകളുടെ വിളനിലം കൂടിയാണ് അഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറയുന്നത് വിനയത്തിൻ്റെ വിപരീതമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇല്ലാത്ത വലിപ്പവും പദവിയുമൊക്കെ തനിക്കുണ്ടെന്ന് സ്വയം നടിക്കുക, ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. മഹാന്മാർ പറയുന്നുണ്ട്, കേവലമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, ഒരു ശുക്ലത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ അഹന്ത നടിക്കേണ്ടതില്ല. ഒരാൾ പറഞ്ഞതുപോലെ വിനയമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്, താഴ്മയാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്, അഹങ്കാരമല്ല. ഒരാൾ സൂചിപ്പിച്ചത്, പുറത്തു വന്നാൽ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന ഒരു വൃത്തികെട്ട സംവിധാനത്തെ ഉൾക്കൊള്ളുന്ന ഒരു സഞ്ചിയും വയറ്റിൽ സൂക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യ നിങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം നീ എന്തൊക്കെ സൗകര്യങ്ങളുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, വിജ്ഞാനമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, ആരായിരുന്നാലും നീ സൃഷ്ടിക്കപ്പെട്ടതൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. നീ നടക്കുന്നതോ പുറത്തേക്ക് വന്നാൽ വൃത്തികെട്ട ഗന്ധം വമിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ഒരു സംവിധാനത്തെ ചുമക്കുന്നൊരു പെട്ടിയും ഒരു സഞ്ചിയും വയറ്റിനകത്ത് സൂക്ഷിച്ചുകൊണ്ടാണ്. പിന്നെ എന്തിനാ നീ അഹങ്കരിക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ കിസ്ര ചക്രവർത്തിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. ഈ കത്തിന് അയാൾ അഹങ്കാരത്തോടുകൂടി മറുപടിയും തിരിച്ചു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ഈ അഹങ്കാരിയായ കിസ്ര ചക്രവർത്തിക്ക് കത്തെഴുതുകയാണ്. ആ ചക്രവർത്തി അത് വീണ്ടും അവഗണിച്ചു.
മൂന്നാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കിസ്റ ചക്രവർത്തിക്ക് അഹങ്കാരിയായ മനുഷ്യൻ എഴുതിയ കത്തിലെ വരികൾ അതിങ്ങനെയായിരുന്നു: നിന്ദ്യനായ മനുഷ്യ, അധികാരത്തിന്റെ പേരിൽ അള്ളാഹുവിനെതിരെ അഹങ്കരിക്കുകയാണോ നീ? മൂത്രദോരത്തിലൂടെ 2 തവണ പുറത്തു വന്നവനല്ലേ നീ? എന്തിനാണോ അഹങ്കരിക്കുന്നത്? അത് വല്ലാത്തൊരു ചോദ്യ. മറ്റുള്ളവരെ നിന്ദിക്കുന്ന, മറ്റുള്ളവരോട് താഴ്മയും വിനയവും കാണിക്കാൻ മനസ്സ് വരാത്ത, അഹങ്കാരത്തിന്റെ, ഗർവിന്റെ, പൊങ്ങച്ചത്തിന്റെ, താൻ പോരിമയുടെ മനസ്സ് എവിടെയെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിസ്റ ചക്രവർത്തിക്ക് എഴുതിയ വരികളൊന്ന് ഓർത്താ മതി. മൂത്രദോരത്തിലൂടെ 2 തവണ, ഒന്ന് ഒരു മനുഷ്യനായിട്ടും മറ്റൊന്ന് ഒരു ഇന്ദ്രിയത്തുള്ളിയായിട്ടും പുറത്തേക്കൊന്നവനല്ലേ നീ? എവിടെയാണോ നിനക്ക് അഹങ്കരിക്കാൻ അർഹത എന്ന് ചോദിച്ചുകൊണ്ട് കിസ്റ ചക്രവർത്തിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതുന്നൊരു കത്തുണ്ട്. നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന, നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുന്ന യോഗ്യതകൾ, ഇതെല്ലാമാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഇതിന് അഹങ്കാരം എന്ന് പറയുക. നമുക്കാർക്കും തരുന്ന പദവികളല്ല, ആരും തരുന്ന പദവികളല്ല. നമുക്ക് സ്വയം തന്നെ ഉണ്ടാക്കുന്ന ചില യോഗ്യതകളും പദവികളും, അതാണ് പലപ്പോഴും നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മ കാണിക്കാൻ, വിനയം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാതിരിക്കാനുള്ള കാരണവും ഈ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന യോഗ്യതകളും പദവികളും അതുമൂലമുണ്ടാകുന്ന അഹങ്കാരമാണ് നമ്മൾ തിരിച്ചറിയണം. അത് വിശ്വാസിക്ക് ചേർന്നതല്ല. അഹങ്കാരത്തിന് ലക്ഷണമുള്ളവൻ മിസ്കാല ദർറത്തിൻ മിൻ കിബർ, കിബറിന്റെ അണുമണിത്തൂക്കം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ വിശ്വാസികളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അഹങ്കാരമെങ്കിൽ, സത്യവിശ്വാസികളിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന സ്വഭാവ ഗുണമാണ് വിനയം, താഴ്മ എന്നൊക്കെ പറയുന്നത്. നേരത്തെ പറഞ്ഞ നേരെ വിപരീതമാണ് വിനയം. എല്ലാവരെയും പോലുള്ള ഒരാളായി എന്നെ കണക്കാക്കലാണത്. ഞാൻ ഒന്നുകൊണ്ടും വലിയവനല്ല, ഞാൻ ഒരാളെക്കാളും മീതയല്ല, ഒരാളും എന്നെക്കാൾ താഴ്ന്നവനുമല്ല. എന്നെക്കാൾ മികച്ചവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ. അഹങ്കാരത്തിന്റെ പെരുപ്പം കാണിക്കാൻ എനിക്കൊരു അർഹതയുമില്ല, ഒരു അർഹതയും എനിക്കില്ല. ഇതാണ് വിശ്വാസിയുടെ സൽഗുണമായിട്ടുള്ള വിനയം എന്ന് പറയുന്നത്. മഹാനായൊരു ദാർശനിക ചിന്തകൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു വലിയ മനുഷ്യൻ എപ്പോഴും ചെറുതായിരിക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് എന്തൊക്കെ യോഗ്യതകളുമുണ്ടെങ്കിലും, സമ്പത്താവട്ടെ, സൗന്ദര്യമാവട്ടെ, ഭൗതിക സംവിധാനങ്ങളാവട്ടെ, വിജ്ഞാനമാകട്ടെ, എന്താവട്ടെ, എന്തൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നു, ഒരു വലിയ മനുഷ്യൻ എപ്പോഴും ചെറുതായിരിക്കാൻ തയ്യാറാകുമെന്നതാണ് അവൻ്റെ പ്രത്യേകത. അതാണ് വിനയത്തിൻ്റെ അടയാളം, താഴ്മയുടെ അടയാളം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു ഫലവൃക്ഷത്തിൽ, ഫലം കായ്ക്കുന്ന ഒരു മരത്തിൽ ഫലം ഉണ്ടാകും തോറും, ഫലം കൂടുന്തോറും അതിൻ്റെ ചില്ലകൾ, അതിൻ്റെ കൊമ്പുകൾ, അതിൻ്റെ കമ്പുകൾ അതിങ്ങനെ താഴേക്ക് തൂങ്ങുകയാണ് ചെയ്യുക. ഫലം കൂടുന്തോറും അതിൻ്റെ ആ ഫലവൃക്ഷത്തിൻ്റെ ശിഖിരങ്ങൾ അത് താഴേക്കങ്ങനെ താഴ്ന്നു വരും എന്നതുപോലെ വിജ്ഞാനമാവട്ടെ, സമ്പത്താവട്ടെ, എന്താവട്ടെ, പടച്ചറബിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കും തോറും നമ്മളങ്ങനെ താഴ്മയുള്ളവരായി താഴ്ന്നുകൊണ്ടേയിരിക്കണം, വിനയത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറണമെന്നാണ് പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മിൻ അലാമാത്തി സഅദ വൽ ഫലാഹ്, വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഏതിൻ്റെ? ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അടയാളങ്ങളിൽപ്പെട്ടതാണെന്ത്? ഒരു അടിമയ്ക്ക് ഇൽമു വർദ്ധിക്കുമ്പോൾ, വിജ്ഞാനമുണ്ടാകുമ്പോൾ അവൻ്റെ വിനയവും കാരുണ്യവും വർദ്ധിക്കണം എന്നുള്ളത്. ഇതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ വളരെ താഴ്മയുള്ളവരായി, വളരെ വിനയമുള്ളവരായിട്ട് മാറണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ഐഹിക, പാരത്രിക, ദുനിയാവിലെയും പരലോകത്തെയും വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ തവാദു അല്ലെങ്കിൽ വിനയം എന്നൊക്കെ പറയുന്നത്.
താഴ്മയും വിനയവും ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ ആത്മീയ വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ. ഈ വിനയത്തെക്കുറിച്ചും താഴ്മയെക്കുറിച്ചും എളിമയെക്കുറിച്ചും ലോകത്ത് പ്രവാചകന്മാർ മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത്, ആത്മീയ നേതാക്കന്മാർ മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത്, ഭൗതിക പണ്ഡിതന്മാർ, തത്വചിന്തകരായ ആളുകൾ, അവർ പോലും ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കൊണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞത്, വിനയമാണ് എല്ലാ സൽഗുണങ്ങളുടെയും മാതാവ്. ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ്, എഴുത്തുകാരനാണ്, വോൾട്ടയർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, വിനയം അത് എല്ലാ സൽഗുണങ്ങളുടെയും ഉമ്മയാണ്. എല്ലാ നല്ല കാര്യങ്ങളുടെയും, നിങ്ങളിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ നന്മകളുടെയും ഉമ്മയാണ് യഥാർത്ഥത്തിൽ വിനയം എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരർത്ഥം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിനയമില്ലെങ്കിൽ, താഴ്മയില്ലെങ്കിൽ, എളിമയുണ്ടെങ്കിൽ അവനിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകില്ല എന്നുകൂടി അതിനർത്ഥമുണ്ട്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുൾപ്പെടെ സാത്വികരായി ജീവിച്ച പൂർവസൂരികളായ മഹാന്മാരിൽ ഈ സൽഗുണം വേണ്ടുവോളം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന, ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ഒരിക്കൽ അദ്ദേഹം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ സമീപത്ത് ഒരു ഗസ്റ്റ് ഇരിക്കുന്നുണ്ട്, തൻ്റെ കൂടെ ഒരു അതിഥിയും കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം കത്തിച്ചു വെച്ച വിളക്ക് അണയാൻ തുടങ്ങിയപ്പോൾ, കെടാറായപ്പോൾ അതിഥി പറഞ്ഞു, ഞാൻ വിളക്ക് നേരെയാക്കാം, എണ്ണൊഴിച്ച് ഞാൻ നേരെയാക്കാം. ഈ സമയം ഖലീഫ പറയുന്നുണ്ട്, വേണ്ട, അതിഥിയെക്കൊണ്ട് ജോലി ചെയ്യിക്കൽ ഒരു മര്യാദയല്ല, അതിഥിയെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് മര്യാദയല്ല, ഞാൻ തന്നെ അത് ശരിയാക്കിക്കൊള്ളാം. അപ്പോൾ ഈ ഗസ്റ്റ് വീണ്ടും ഈ ഖലീഫയോട് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഭൃത്യനെ വിളിക്കാം, ഞാൻ ഭൃത്യനെ വിളിക്കാം, അദ്ദേഹം അത് ശരിയാക്കിക്കൊള്ളും. ഈ സമയം അദ്ദേഹം പറയുന്നത്, വേണ്ട, അദ്ദേഹം ഇപ്പോൾ കിടന്നിട്ടുള്ളൂ, അദ്ദേഹം ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഖലീഫ, ഭരണാധികാരി, എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ആ വിളക്കിൽ എണ്ണയൊഴിച്ച് വിളക്ക് ശരിയാക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ അതിഥി പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, ഇതൊക്കെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ സ്വന്തം ചെയ്യുന്നത്? സംഗതി നിസ്സാരമായ കാര്യമാണ്, പക്ഷെ താങ്കൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയല്ലേ, എന്തിനാ താങ്കൾ ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്ത മറുപടി അതിങ്ങനെയായിരുന്നു, സുഹൃത്തെ, ഞാൻ വിളക്ക് നന്നാക്കാൻ പോകുമ്പോഴും ഉമറായിരുന്നു, മടങ്ങി വന്നപ്പോഴും ഉമർ തന്നെയായിരുന്നു. എന്നിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ എഴുന്നേറ്റിട്ട് ആ വിളക്കിൽ എണ്ണയൊഴിച്ചതിനെ നേരെ വണ്ണം കത്തിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോഴും ഞാൻ രാജ്യത്തിൻ്റെ ഖലീഫ ഉമറാണ്. ആ വിളക്ക് നന്നാക്കിയിട്ട് ഇവിടെ വന്നിരുന്നപ്പോഴും ഞാൻ രാജ്യത്തിൻ്റെ ഖലീഫ ഉമർ തന്നെയാണ്, എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇത് വല്ലാത്തൊരു മറുപടിയാണ്. നോക്കൂ നിങ്ങൾ, ഇതേ ഖലീഫയെക്കുറിച്ചാണ് മറ്റൊരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധി ഖലീഫയെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അവിടെ വന്ന് ഖലീഫയുടെ കൊട്ടാരമാണ് അന്വേഷിക്കുന്നത്. അപ്പോഴുണ്ട് അവിടെ ഒരു ചെറിയ കുടിലിൽ, ഈത്തപ്പനി ഓലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലിൽ, മണ്ണ് വാരിയുണ്ടാക്കിയ കുടിലിൽ ഒരു സ്ത്രീയും പുരുഷനും അവിടെ മണ്ണ് തേച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് തേച്ച് ചുമര് ശീലാക്കിക്കൊണ്ടിരിക്കുക. അവ ചോദിക്കുന്നുണ്ട്, അവിടെയുള്ള ആ സ്ത്രീയോട്, സഹോദരിയോട് ചോദിക്കുന്നു വന്ന മനുഷ്യൻ, എവിടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഖലീഫ എവിടെ, ഖലീഫയുടെ കൊട്ടാരം എവിടെ? ആ സഹോദരി മറുപടി കൊടുക്കുന്നു, ഈ കാണുന്നതാണ് ഖലീഫയുടെ കൊട്ടാരം. ആ മണ്ണ് കൊണ്ട് മെഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് രാജ്യത്തിൻ്റെ ഖലീഫ. അത്ഭുതപ്പെട്ടു പോയി വന്ന വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന ഞാൻ പറഞ്ഞു വരുന്നത്, നീതിയുടെ മാത്രമല്ല, വിനയത്തിൻ്റെയും താഴ്മയുടെയും എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ കടഞ്ഞെടുത്ത തനിമയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാ. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചില ചിത്രങ്ങളാണത്, മാതൃകായോഗ്യമായ ചില ചിത്രങ്ങളാണ്. ഐഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊരിക്കൽ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കീറിയ വസ്ത്രങ്ങൾ സ്വയം തുന്നുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ, രാജ്യത്തിൻ്റെ ഭരണാധികാരി, ലോകത്തിൻ്റെ റസൂലാണ്.
എന്നിട്ട് പോലും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ സ്വയം കറക്കുമായിരുന്നു, ഒട്ടകത്തെ കൊണ്ടുപോയി കെട്ടുമായിരുന്നു. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാറുണ്ട്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഒരു പ്രശ്നം, നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മിൽ പലരും മനുഷ്യരിൽ പലരും ചിന്തിച്ചു പോകുന്നത് എന്താ, ഞാനങ്ങത് ചെയ്യുമ്പോഴേക്ക് എന്തെല്ലാമായി ഇല്ലാതാകുമെന്നൊക്കെയാണ്. ഇന്ന കാര്യം ഞാൻ ചെയ്യുന്നതോട്, ഇന്ന പദവിയിലിരിക്കുന്ന, ഇന്ന സ്ഥാനത്തിരിക്കുന്ന ഞാൻ ഇന്നതെങ്ങാനും ചെയ്യുന്നതോടുകൂടി ആളുകൾക്ക് മുമ്പിലൊന്നും ഇല്ലാത്തവനായിട്ട് മാറുമോ, എന്നെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ സ്റ്റാറ്റസിന് അത് കുറവ് വരുത്തുമോ, ഇങ്ങനെയൊക്കെ ഇന്നത്തെ മനുഷ്യന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വിനയത്തിൻ്റെ, താഴ്മയുടെ മകുടോദാഹരണമായിരുന്ന പ്രവാചകനെയും മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെയും ഒക്കെ പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടത്. മഹാനായ ജരീർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, സൽമാൻ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, യാ ജരീർ തവാദഅ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി നീ വിനയം കാണിക്കണം, അള്ളാഹുവിന് വേണ്ടി നീ വിനയം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ മൻ തവാദഅ ലില്ലാഹി ഫിദ്ദുനിയാ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ, പടച്ചോൻക്ക് വേണ്ടി ആരെങ്കിലും ദുനിയാവിൽ മറ്റു മനുഷ്യരോട്, പടപ്പുകളോട് വിനയം കാണിച്ചാൽ, താഴ്മ കാണിച്ചാൽ, പരലോകത്ത് അവരുടെ പദവി അള്ളാഹു ഉയർത്തിക്കൊടുക്കുന്നതാണ്. പരലോകത്ത് അള്ളാഹു അവരുടെ പദവി ഉയർത്തിക്കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികളിലും പെരുമാറ്റ രീതികളിലുമൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ നിന്നൊരു വസ്ത്രം വാങ്ങി. വസ്ത്രം അത് കൈ പിടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വസ്ത്രം വാങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു റസൂലിനോട്, ഞാനത് എടുത്തോളാം, ഞാൻ പിടിച്ചോളാം റസൂലെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വേണ്ട, ഞാൻ പിടിച്ചോളാം, കാരണം ഒരു വസ്തു അതിൻ്റെ ഉടമ ഏറ്റവും തന്നെയാണ് നല്ലത്. റസൂൽ എടുത്ത മറുപടിയാണ്. ആ ഹദീസിൽ പൈജാമ എന്നാണ്, ഒരു ഡ്രസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടി നിന്ന് ഡ്രസ്സ് വാങ്ങി. അങ്ങനെ അത് ഞാൻ പിടിച്ചോളാം റസൂലെ എന്ന് അബൂ ഹുറൈറ തന്നെ പറയാം. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞെന്താ, വേണ്ട, അവനവൻ്റെ സാധനം അവനവൻ തന്നെ ചുമക്കുന്നതാണ് ഉചിതം എന്ന് മറുപടി ഒരു പാഠം റസൂൽ അവിടെ പഠിപ്പിച്ചു കൊടുക്കുക. നോക്കൂ, നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സ്വന്തം കാര്യം സ്വന്തം ചെയ്യുന്നത്, സ്വന്തമായി ചെയ്യേണ്ട കാര്യം സ്വന്തമായിട്ട് ചെയ്യുക എന്നത് അത് വിനയത്തിൻ്റെ ലക്ഷണമാണെന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തെ, ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലൊരു ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സംഘവുമായിട്ട് യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തൊന്ന് താമസിക്കേണ്ടി വന്നു. അല്പം വിശ്രമിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ പാകം ചെയ്യണം. അങ്ങനെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഇരുന്നൊരു സമയത്ത് പല ആളുകളും പല ജോലിയിൽ ഏർപ്പെടുകയാണ്. ചില ആളുകൾ വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ചില ആളുകൾ അടുപ്പ് കൂട്ടാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും പല പണികൾ ഏറ്റെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പോയിട്ട് വിറക് കൊണ്ടുവരാം, ഭക്ഷണം പാകം ചെയ്യാൻ കത്തിക്കാനുള്ള വിറക് ഞാൻ കൊണ്ടുവരാം. ഈ സമയം സ്വഹാബയെ കിറാം പറഞ്ഞു, വേണ്ട റസൂലേ, ഞങ്ങൾ തന്നെ ധാരാളമാണ്. കണ്ടോ, ഞങ്ങൾ തന്നെ ധാരാളമാണ്, ഈ ഭക്ഷണം ഉണ്ടാക്കാനും അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാനും ഞങ്ങൾ തന്നെ ധാരാളമാണ്, റസൂൽ ഒന്നും ചെയ്യേണ്ടതില്ല, താങ്കളവിടെ വെറുതെ ഇരുന്നോ എന്നാണ് പറഞ്ഞത്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ നിന്ന് വലിയൊരു മനുഷ്യനായിട്ട് എന്തോ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സുഹൃത്തുക്കളെക്കാൾ സ്വയം ഉയർന്നവനായി നടിക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടൂല. എങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പോവുകയാണ്, ഫ്രണ്ട്സായിട്ട് പോവുക, ആ സുഹൃത്തുക്കളെക്കാൾ സ്വയം ഉയർന്നവനായി നടിക്കുന്നവനെ അള്ളാഹ് ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറക് ശേഖരിക്കാൻ വേണ്ടി പോയി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനൊക്കെ കഴിയും. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ചരിത്രത്തിൽ ഇത്തരം ഒരുപാട് ഏടുകൾ നമുക്ക് വായിക്കാനും പഠിക്കാനൊക്കെ കഴിയും. നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു വെക്കേണ്ട വർത്തമാനങ്ങളാണത്. മഹാനായ സൂഫി പണ്ഡിതൻ ദുന്നൂർ അൽ മിസ്രിയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാണ് വിനയശീലനാരാ, വിനയമുള്ളവൻ ആരാ, എന്തായിരിക്കും അവൻ്റെ പ്രത്യേകതകൾ, താഴ്മയുള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുക്കുന്നൊരു ചില മറുപടികളുണ്ട്. എന്താ അദ്ദേഹം പറയാൻ, ദുന്നൂർ അൽ മിസ്രി പറയാൻ, വിനയമുള്ളവൻ സ്വയം നിസ്സാരനായി കാണും, എന്നാൽ അവൻ മറ്റുള്ളവരെ തന്നെക്കാൾ നിസ്സാരനായി കാണില്ല. അവൻ സ്വന്തത്തെ നിസ്സാരനായി കാണും, പക്ഷെ മറ്റുള്ളവരെ അവൻ നിസ്സാരനായി കാണില്ല. എന്ന് മാത്രമല്ല, സ്വന്തത്തെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠയുള്ളവനായിട്ടും കാണൂല.
സ്വന്തത്തെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായിട്ട് അവൻ കാണുകയോ വിലയിരുത്തുകയോ ചെയ്യില്ല. എന്നിട്ട് അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താ? അവൻ പാവങ്ങളുടെയും സ്വന്തം വേലക്കാരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ചെറിയവർക്ക് സലാം പറയും, ആടുമാടുകളിലെ പാല് കറക്കും, ലളിതമായ ജോലികൾ ചെയ്യാൻ സന്നദ്ധരാകും. ഇതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വഴിയിൽ കാണുന്ന ശല്യങ്ങൾ എടുത്തു മാറ്റും, ദരിദ്രരുമായി സഹവസിക്കും, ആവശ്യ സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് സ്വയം വാങ്ങും, സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചെയ്യും. അങ്ങനെ വിശദീകരിക്കുകയാണ്. എന്താ ഇത്ര വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ അതൊക്കെ ചില ആളുകളെ സംബന്ധിച്ചുള്ള അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും വിശ്വാസികളിൽ ഉണ്ടാകണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഇത്തരം സൽഗുണങ്ങൾ പോലും ഇല്ലാതാകാനുള്ള കാരണം എന്താ? നമ്മൾ ആരൊക്കെയാണോ എന്ന ചിന്ത, ഈഗോ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ചിന്തകളും അതൊക്കെ തന്നെയാണല്ലോ ചെറിയ ചെറിയ നന്മകളിൽ പോലും ചെയ്യുന്നതിൽ നിന്ന് പലപ്പോഴും മനുഷ്യരെ തടയുന്നത്. ഒരു ആയിഷ ബീവി പറയാണ്, ഇന്നക്കും ലതഗ്ഫുലൂന അൻ അഫ്ദലി ഇബാദ, നിങ്ങൾ ആരാധനകളിൽ ഏറ്റവും ഉത്തമമായതിൽ അശ്രദ്ധരാവുകയാണ്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു ഇബാദത്തിനെ കുറിച്ച് നിങ്ങളൊക്കെ അശ്രദ്ധരാണ്. ആരാ പറയണേ? ആയിഷ റളിയല്ലാഹു പറയാം. എന്നിട്ട് ഏതാണ് ഇബാദത്ത്? അത്തവാദു, അത് വിനയമാണ്. നോക്കൂ നിങ്ങൾ, വിനയം എന്ന് പറയുന്ന സ്വഭാവ ഗുണത്തെ ഒരു ഇബാദത്തായിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തുന്നത്. അത്തരം ഒരു ഇബാദത്തിനെ പരിഗണിക്കുന്നിടത്ത് നിങ്ങൾ പലപ്പോഴും അശ്രദ്ധ കാണിക്കുന്നു എന്നാണ് ആ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ജീവിതത്തിൽ അങ്ങനെ താഴ്മയും വിനയവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്താണ് അത്തരം ആളുകളെ കുറിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്? എന്താ? അത്തരം ആളുകൾക്ക് ദുനിയാവിലും പരലോകത്തും നേടിയെടുക്കാനുള്ള ചില അവസ്ഥകളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വിനയാന്യതരാണെങ്കിൽ, മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, പരലോക ഭവനവും മാറിപ്പോവുകയോ നീങ്ങിപ്പോവുകയോ ചെയ്യാത്ത ശാശ്വതമായ സ്വർഗീയ അനുഗ്രഹവും ഇത്തരം ആളുകൾക്കുള്ളതാണ്. ആർക്കുള്ളതാ? വിനയാന്യതരായ ആളുകൾക്ക്. ഏത്? മാറുകയോ നീങ്ങുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാത്ത ശാശ്വതമായ സ്വർഗം, അതിൽ അനുഗ്രഹങ്ങൾ. അത് ആർക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്? അത് വിനയത്തോടുകൂടി ജീവിക്കുന്ന വിനയാന്വിതരായ ആളുകൾക്കാണ് എന്ന് മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ ദാനധർമ്മം ചെയ്താൽ അത് സ്വത്തിൽ ഒരു കുറവും വരുത്തില്ല. നിങ്ങൾ സ്വതക്ക ചെയ്താൽ നിങ്ങളെ സമ്പത്തിൽ അതൊരു കുറവും വരുത്തില്ല, അത് കൂടുകയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വിനയം കാണിച്ചാൽ നിങ്ങളുടെ പദവി അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് ആ പറയുന്നത്. വിട്ടുവീഴ്ച കാണിക്കുന്നവന് പ്രതാപം അള്ളാഹു കൊടുക്കും, വിനയം കാണിക്കുന്നവൻ അള്ളാഹു ഉയർച്ച നൽകിക്കൊണ്ടേയിരിക്കും. ഒരു കുറവും നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കാനില്ല ദുനിയാവിലും പരലോകത്തുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാം. മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, മൻ തറക്കൽ ലിബാസ തവാദുഅൻ ലില്ലാഹ്. ഒരു മനുഷ്യൻ തനിക്ക് വാങ്ങാൻ കഴിവുണ്ടായിട്ടും ധരിക്കാൻ കഴിവുണ്ടായിട്ടും ഒരു ആർഭാട വസ്ത്രം വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു. നോക്കൂ എന്തൊക്കെ രീതിയിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ആ വിഷയത്തെ ബോധ്യപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യന് വിനയം കാരണം ഒരു ആർഭാട വസ്ത്രം വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു. അപ്പം അങ്ങനെ നല്ല വില പിടിച്ച വസ്ത്രം വാങ്ങാൻ ഒരു കഴിവ് ഒരാൾക്കുണ്ട്, പക്ഷെ തൽക്കാലം ഞാൻ അങ്ങനെ വാങ്ങുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചു. എന്താ തീരുമാനിക്കാനുള്ള കാരണം? ഹദീസിൽ പറയാണ്, എന്താ കാരണം? വിനയാന്യതനായിട്ട് വിനയത്തിൻ്റെ പേരിൽ, താഴ്മയുടെ പേരിൽ, അള്ളാഹുവോടുള്ള താഴ്മയുടെ പേരിൽ അവൻ അങ്ങനെ തീരുമാനിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് ഇങ്ങനെ കോടിക്കണക്കിന് സൃഷ്ടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഹദീസിൽ അങ്ങനെയുള്ളത്, ആ സൃഷ്ടികളുടെ മുമ്പിൽ നിന്ന് അയാൾ അങ്ങോട്ട് വിളിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഈമാനിൻ്റെ കുറേ വസ്ത്രങ്ങളുണ്ടാകും. എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല, ഹദീസിൽ അങ്ങനെയാണ്. ഈമാനിൻ്റെ കുറേ ഉടയാടുകൾ, കുറേ വസ്ത്രങ്ങളുണ്ടാകുന്ന അതിലേറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അണിയാൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുത്ത് ആ കോടിക്കണക്കിന് മനുഷ്യർക്ക് മുമ്പിൽ സ്വയം എടുത്തിട്ട് ഇങ്ങനെ അണിയാനുള്ള അവസരം അല്ലാഹു കൊടുക്കും. ആർക്ക്? അള്ളാഹുവോടുള്ള വിനയത്തിൻ്റെ ഭാഗമായിട്ട്
ആർഭാടപൂർവമായ വസ്ത്രം വാങ്ങാൻ കഴിവുണ്ടായിട്ടും വാങ്ങാത്ത വിനയം കാണിച്ചൊരു മനുഷ്യനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അൽബാനിയൊക്കെ സ്വഹീഹാണെന്നും ഹസനാണെന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണത്. മറ്റൊരു ഹദീസിലുള്ളത്, ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് വിനയം കാണിച്ചാൽ അള്ളാഹ് അയാളെ ഉയർത്തിക്കൊണ്ടുവരും. ദുനിയാവിലും പരലോകത്തും അവനക്കിങ്ങനെ അടിക്കടി ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നാണ്. മാത്രമല്ല, ആരെങ്കിലും സ്വയം വലുപ്പം നടിക്കാൻ ശ്രമിച്ചാലോ അവനെ അള്ളാഹു താഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുമെന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും തോറും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ വിനയമുള്ളവരായി മാറുക തന്നെ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫലവൃക്ഷത്തിൽ ഫലം കൂടുന്തോറും അതിൻ്റെ ചില്ലകൾ താഴേക്ക് താഴ്ന്നു കൊണ്ടിരിക്കുന്നത് പോലെ പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയും എളിമയുടെയും വിനയത്തിൻ്റെയും ജീവിക്കുന്ന മാതൃകകളായിട്ട് മാറാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അടിയാറുകൾ, അവരുടെ ഉത്തമ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ സ്ഥലത്ത് ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത് ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന. അവർ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവരാണ്. നടത്തം പോലും അതാണ്. മറ്റുള്ളവരോട് പെരുമാറ്റം മാത്രമല്ല, ഇബാദുർ റഹ്മാനിൻ്റെ സ്വർഗാവകാശിയുടെ ഭൂമിയിലെ നടത്തം പോലും വിനയത്തോടു കൂടിയായിരിക്കും എന്നാണ് ആ പറഞ്ഞത്. ഈ വിനയാന്വിതമായ മനസ്സാണ് ഒരു വിശ്വാസിക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. അത്തരമൊരു മനസ്സിൽ നിന്നാണ് ഹൃദയമലിന്ന പ്രാർത്ഥനകളും ഇബാദത്തുകളും ഉണ്ടാകൂ. അത്തരമൊരു മനസ്സിൽ നിന്നാണ് അലിവും ആർദ്രതയും സ്നേഹവും കരകവിഞ്ഞൊഴുകൂ. അത്തരമൊരു മനസ്സുണ്ടാകുമ്പോഴാണ് കണ്ണും കരളും നനഞ്ഞ പ്രാർത്ഥനകൾ പുറത്തു വരൂ. അങ്ങനെ വിനയാന്വിതമായൊരു മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറാൻ കഴിയുമ്പോഴാണ് തഖ്വ നിറഞ്ഞ ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയൂ. അങ്ങനെ വിനയമുള്ള മനസ്സിൻ്റെ ഉടമകളാകുമ്പോഴാണ് സമൂഹത്തിലെ ഏത് ഗണത്തിൽപ്പെട്ടവരെയും ഒപ്പം ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയൂ. സാധാരണ പറയാറുണ്ടല്ലോ, ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളിൽ നിന്നല്ല, ആരും ശ്രദ്ധിക്കാത്ത താഴ്വാരങ്ങളിലാണ് നല്ല തെളിജലം ഒഴുകുക എന്ന്. ആ അർത്ഥത്തിൽ അങ്ങനെ വിനയത്തിൻ്റെ താഴ്മയുടെ ലാളിത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയത്തിലേക്കെത്താൻ, സ്വർഗത്തിലേക്കെത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.